നമസ്കാരം, ജിതിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡയറ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, കമൻസും ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അടുത്തൊരു പാർട്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. രണ്ടാമത്തെ ദിവസം ഞാൻ കഴിക്കുന്നത് എന്താണെന്നുള്ളത്. അത് ഞാൻ ജനുവരി സ്റ്റാർട്ട് ചെയ്ത ഡയറ്റാണ്. ജനുവരി മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര ഡയറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ വെയിറ്റ് 80-ൽ നിന്ന് 69 വരെ എത്തിയേക്കാണ്. അപ്പോൾ അങ്ങനെ 11.5 കിലോ, ഏകദേശം 11 കിലോയോളം കുറച്ച് വച്ചേക്കാണ്. അപ്പോൾ അത്രയും ദിവസത്തെ ഗ്യാപ്പിനിടയിൽ എനിക്ക് ആഗ്രഹം തോന്നിയ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. എല്ലാം തന്നെ അവോയ്ഡ് ചെയ്തിട്ടാണ് പുതിയ ആ ഡയറ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നത്. കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചീറ്റ് ഡേ എടുത്തു. കാരണം അത് നമ്മളുടെ ചീറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാമേ. നമ്മളൊരു ദിവസം നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതാണ്. ഒരു ദിവസം നമ്മളെ തന്നെ പറ്റിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള, ആഗ്രഹമുള്ള, നമ്മൾ മാറ്റി വെച്ചിരുന്ന, കഴിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ മാറ്റി വെച്ചിരുന്ന, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം, നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒരു ദിവസം നമ്മൾ കഴിക്കുകയാണ്. അതിനെയാണ് ചീറ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡയറ്റിലും ആ ഒരു ചീറ്റ് ഡേ ഉണ്ട്. കാരണം അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ്, നമ്മൾ ഇതിന് വാല്യൂ കൊടുത്തുകൊണ്ടാണ്, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളുടെ നല്ല വിൽ പവറോട് കൂടിയാണ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറ്റ് നന്നായിട്ട് പോകാനായിട്ട്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വെയിറ്റിലേക്ക് എത്താനും കൂടെ വേണ്ടിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആ അവോയ്ഡ് ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇത്രയായി. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ ഞാൻ ഇതുവരെ എൻ്റെ ഡയറ്റ് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ദിവസം ചീറ്റ് ഡേ ആക്കാം, ഒരു കുഴപ്പവുമില്ല. അതല്ല, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂവെങ്കിൽ ഒരു 10 ദിവസം 5 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളെങ്കിൽ ചീറ്റ് ഡേ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയ്ക്ക് ആഗ്രഹത്തോടുകൂടെ മാറ്റിവെച്ച കാര്യങ്ങളാണ് ആ ഒരു ദിവസം ചെയ്യുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. ഒരു ദിവസം നമ്മൾ ഫുള്ള് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മുഴുവനും കഴിക്കുമ്പോൾ പിന്നെയും നമ്മളുടെ മനസ്സ് അതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന സംഗതിയിൽ നിന്ന് സ്കിപ്പായി പോകും. അപ്പോൾ അങ്ങനെ ഒരു 15 ദിവസമൊക്കെ ആയവരൊന്നും ചീറ്റ് ഡേ എടുക്കരുത്. ഒരു 2 മാസം, കാരണം നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിൽ പവർ ഉള്ളവർക്ക് മാത്രമാണ് ചീറ്റ് ഡേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും വരില്ല. നമ്മുടെ ഡൈജഷന് ഇത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. കാരണം നമ്മുടെ മെറ്റബോളിസം, ഇത്രയും നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മെറ്റബോളിസം പെട്ടെന്ന് കൂടും. അപ്പോൾ നമ്മളുടെ വെയിറ്റ് കൂടുതൽ കുറയാനാണ് സാധ്യത. ഇത്രയും നാളൊക്കെ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഡയറ്റ് തെറ്റിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിക്കുമ്പോൾ 2 കിലോയെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് 2 കിലോ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എന്നാൽ കുഴപ്പമില്ല, ചീറ്റ് ഡേ എല്ലാ ദിവസവും ആക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ചീറ്റ് ഡേ എടുക്കാൻ പറ്റിയവർ നല്ല വിൽ പവർ ഉള്ളവരായിരിക്കണം ചീറ്റ് ഡേ എടുക്കേണ്ടത്. അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ ടൈം കൂട്ടണം. നല്ല ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യണം. ആ ചീറ്റ് ഡേ ചെയ്യുന്ന ദിവസം നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ദിവസം നിങ്ങൾ ചീറ്റ് ഡേ ആക്കാൻ പാടുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞ വിൽ പവർ ഉള്ളവർ വേണം ചീറ്റ് ഡേ എടുക്കാനായിട്ട്. നല്ലതുപോലെ സാധാരണ ചെയ്യുന്നതിൽ കൂടുതൽ, അരമണിക്കൂർ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ചീറ്റ് ഡേ ആക്കാവുള്ളൂ. അത്രയും കലോറീസ് കൂടുതൽ കഴിക്കുന്ന ഒരു ദിവസം നമ്മൾ കഴിച്ചിരിക്കുന്ന അതെല്ലാം ബേൺ ചെയ്ത് പോകാനായിട്ടുള്ള രീതിയിലുള്ള വർക്കൗട്ട് നമ്മൾ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ചെയ്തിരിക്കണം. 2 നേരവും ചെയ്യണം. അങ്ങനെ ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ആ ചീറ്റ് ഡേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ ചീറ്റ് ഡേ എടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എടുക്കരുത്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം എടുക്കാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വെയിറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം. അങ്ങനെയാണെങ്കിൽ അതൊരു വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു സംഗതി മാത്രമായിട്ട് മാറും. ഈ ഡയറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുകയും കൂടെ വേണം. എല്ലാ ദിവസവും കട്ട് ചെയ്ത് ചീറ്റ് ഡേ ആക്കാനും പാടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. ഒരാഗ്രഹം, ഇന്ന ഭക്ഷണത്തോടുള്ള, അല്ലെങ്കിൽ ഇന്ന സാധനത്തിനോടുള്ള, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനോടുള്ള ഒരു ആഗ്രഹമാണ് ക്രേവിങ് എന്ന് പറയുന്നത്.
ഹംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്. നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ന്യൂട്രീഷനോ പ്രോട്ടീനോ ഒക്കെ കുറയുമ്പോൾ നമ്മളുടെ ശരീരം കാണിക്കുന്ന ഒരു അസ്വസ്ഥതയാണ് ഈ വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാണ്. അപ്പോൾ വിശപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ന്യൂട്രീഷൻ കൂടിയതും പ്രോട്ടീൻ കൂടിയതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഫാറ്റ് അവിടെ കുറഞ്ഞ് നമ്മളുടെ വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കുന്നു. പക്ഷെ ക്രേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം തോന്നുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഫുഡ് ക്രേവിംഗ്. ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ക്രേവിംഗ് നമ്മൾ എപ്പോഴും നല്ല വിൽ പവർ ഉള്ളവരും കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റ് നോക്കി 2-3 മാസമൊക്കെ ആയിട്ടുള്ളവർ മാത്രമാണ് ഈ ക്രേവിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം ഒന്ന് പറയുകയാണ് കേട്ടോ. എനിക്കൊരു ആർത്തിയുടെ പുറത്ത് കഴിച്ചതല്ല. ഞാൻ ഇന്നത് കഴിക്കണമെന്നുള്ള തോന്നൽ കൊണ്ട് കഴിച്ചതല്ല. കാരണം ഫാമിലി ആയിട്ടൊക്കെ വെളിയിൽ പോകുമ്പോഴും എൻ്റെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണം തന്നെയാണ് കഴിക്കാറ്. അവർ കുഴിമന്തിയോ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും ഞാൻ ചിക്കൻ വാങ്ങിക്കും. അതിൻ്റെ പുറത്തെ കരിഞ്ഞ തൊലികളുണ്ടല്ലോ, അതൊന്നും കഴിക്കാതെ അത് മാറ്റിയിട്ട് കുറച്ച് സലാഡും കൂടെ ആക്കി അത് ചിലപ്പോൾ ഒരു ചപ്പാത്തി വാങ്ങിച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്. ഞാൻ ഡയറ്റ് തെറ്റിച്ചിട്ടുള്ള ഒരു കളി തന്നെ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 10-ാം തീയതി ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു, പൂരമായിരുന്നു. തൂക്കമൊക്കെ നടക്കുന്ന ഒരു അമ്പലം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് തൂക്കമൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ചെന്ന് ഭക്ഷണം കഴിക്കണം, പങ്കെടുക്കാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറേ നാളായില്ലേ, ഇപ്പോൾ 2-3 മാസമായി ഡയറ്റ് തുടങ്ങിയിട്ട്, എങ്കിൽ പിന്നെ കഴിച്ചേക്കാം, അത്താഴത്തിനാണ് വിളിക്കുന്നത്, അപ്പോൾ പിന്നെ ഒന്ന് കഴിച്ചാലോ എന്നിങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഒരു ചീറ്റ് ഡേ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അത് രാവിലെ മുതൽ കഴിച്ചേക്കാൻ ഇഷ്ടമുള്ളത്. പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല, അതാണ് രസം. നമ്മൾ ഇത്രയും ദിവസം ഈ ഡയറ്റ് ഫോളോ ചെയ്ത് വന്നിട്ട് ഒരു ദിവസം ചീറ്റ് ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അയ്യോ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കഴിച്ചാൽ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന ഒരു തോന്നൽ പോലെ തോന്നി. 2 ഇടിയപ്പവും മുട്ടക്കറിയും രാവിലെ കഴിച്ചു. പക്ഷേ ചായ കുടിക്കാൻ തോന്നിയില്ല, പാലൊഴിച്ച് ചായ കുടിക്കാൻ തോന്നിയില്ല. അതിന് പകരം ഞാൻ ഒരു ടർമറിക് എടുത്തു. ടർമറിക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് മഞ്ഞളിട്ട് തിളപ്പിക്കുന്നത്. പക്ഷെ സാധാരണ നിങ്ങൾ വിചാരിക്കും പാല് കുടിക്കാൻ ഫാറ്റിലുള്ള പാല് കുടിക്കാമോ ഇല്ലെന്നുള്ളത്. ഫാറ്റുള്ള പാലല്ല കേട്ടോ ഞാൻ എടുത്തത്. ഒരു 1/2 ഗ്ലാസ് പാലെടുത്തു. 1/2 ഗ്ലാസ് പാലിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. മഞ്ഞളിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് അത് നന്നായിട്ട് തിളച്ചിങ്ങ് വന്നു കഴിഞ്ഞ് പതയൊക്കെ പൊങ്ങുമല്ലോ. അപ്പോൾ ഒന്ന് സിമ്മിലേക്ക് ഒന്ന് കുറച്ചിട്ട് ആ പൊങ്ങി വരുന്ന പതയുണ്ടല്ലോ, അത് കുറച്ചും കൂടെ പാടയൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ പാട ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ പാട വന്നു. അങ്ങനെ കുറച്ച് തിളപ്പിച്ച് അങ്ങനെ 1/2 ഗ്ലാസ് പാലിൽ ഒരു 1/2 ഗ്ലാസോളം 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ ഫാറ്റ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ പാല് കുടിച്ചത്. അത് ഞാൻ എങ്ങനെയാണ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 1 ഗ്ലാസ് പാലിലേക്ക് മഞ്ഞളിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര കലോറിയാണ്. നല്ല കൊഴുത്ത പാലല്ലേ, പാടയൊന്നും മാറ്റാണ്ട് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല. തമിഴ് വീഡിയോ കണ്ടതാണ്. ആ തമിഴ് വീഡിയോയിൽ ഒരു അമ്മൂമ്മ പറയുന്നതാണ് ഈ നിങ്ങൾ ടർമറിക് മിൽക്ക് കുടിക്കേണ്ടത് ഈ രീതിയിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ആ ഫാറ്റെല്ലാം മാറുകയും ചെയ്യും. ആ മഞ്ഞളിൻ്റെ ഗുണം നമുക്ക് പാലിൽ കിട്ടുകയും ചെയ്യും. അത് നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ടർമറിക് മിൽക്ക് റെഡിയാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടർമറിക് മിൽക്കും 2 ഇടിയപ്പവും 1 മുട്ടക്കറിയാണ് ഞാനന്ന് കഴിച്ചത്. ഒത്തിരി ഗ്രേവിയൊന്നും കൂട്ടാൻ നിന്നില്ല. പിന്നെ 11:30 ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ 2 ഇടിയപ്പം കഴിച്ചുകൊണ്ട് അങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ വിശന്നിട്ടല്ലെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കാറുള്ളത് കൊണ്ട് ഒരു ചെറിയ പേരയ്ക്ക കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറായിരുന്നു. അപ്പോൾ ചോറ് ആയതുകൊണ്ട് അന്ന് രാത്രിയിൽ ഞാൻ അത്താഴം ചോറ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ രാവിലെ അരിപ്പലഹാരം കൂടെ കഴിച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് ചപ്പാത്തി 2 ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും 1 മുട്ടയും കൂടെ കഴിച്ചു. കുമ്പർ കഴിക്കുമല്ലോ നമ്മൾ, അതിന് മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ കുക്കുംബർ ആണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ വൈകിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ 1 മണിക്കാണ് കഴിച്ചത്. അപ്പോൾ വൈകിട്ട് ഞാൻ ബർഗർ കഴിച്ചു. എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കണം, എന്നാൽ പിന്നെ ഇഷ്ടമുള്ളത് ഇന്നങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി ഒരു ബർഗർ വാങ്ങിച്ചിട്ട് ബർഗർ കഴിച്ചു. അത്യാവശ്യം വലിയൊരു ബർഗറായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ പിന്നെ അതിനകത്ത് കുറച്ച് വെജും കാര്യങ്ങളും കൂടുതൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ മയണൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത്. അതൊരെണ്ണം കഴിച്ചു. പിന്നെ അത്താഴത്തിന്
ചോറ്, ഒരുപാട് ചോറൊന്നും ഞാൻ കഴിച്ചില്ല. അത് കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ കുത്തിരിച്ചോറ് തന്നെയായിരുന്നു. ഒരു അരത്തവി ചോറിട്ടു. അരത്തവി ചോറ്, സാമ്പാർ, കാളൻ, കൂട്ടുകറി, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, പച്ചമോര്, രസം, സാമ്പാർ, ഇത്രയും സാധനങ്ങൾ കൂട്ടി കുറച്ച് ചോറ്, ഒരു അരത്തവി ചോറേ കഴിച്ചുള്ളൂ. ഈ കഴിക്കാതിരുന്നുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുന്നു. പിന്നെ അത് തന്നെയല്ലേ, ഞാൻ വൈകിട്ട് ആ ഒരു വലിയ ബർഗർ കഴിച്ചില്ലേ, ആ ബർഗറും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്താഴത്തിനുള്ളത് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ പായസം കുടിച്ചു. ഏപ്രിൽ 10-ാം തീയതിയിലത്തെ ഒരു ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു. രാവിലെ 1.5 മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്തത്. രാവിലെ യോഗയ്ക്ക് പോകുന്നതിന് പകരം പോകാൻ പറ്റില്ല. 7:30 വീട്ടിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മണി വരെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നല്ല കാർഡിയോ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ഫാറ്റൊക്കെ കളഞ്ഞു നല്ലപോലെ കലോറിയൊക്കെ ബേൺ ചെയ്തതിന് ശേഷമാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് തന്നെ. ഈവനിങ്ങും ഞാൻ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ടാണ് അത്താഴം കഴിച്ചത്. അപ്പോൾ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്തപ്പോൾ ബർഗർ വരെയുള്ള കാര്യങ്ങൾ ദഹിച്ചിട്ടുണ്ട്. പിന്നെ അത്താഴം ആ കഴിച്ചതിന് ശേഷം അപ്പോൾ എൻ്റെ മനസ്സിലും ഞാൻ ഇന്ന് എന്തെല്ലാം കഴിച്ചു എന്നുള്ള ഇത്രയും കലോറി ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് ചെന്നല്ലോ എന്നുള്ള ഒരു ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, ഇത്ര നാളത്തെ ഡയറ്റ് സാരമില്ല, ഇത്ര വെയിറ്റിലേക്ക് എത്തിയതിന് ശേഷമല്ലേ കഴിച്ചത് എന്നുള്ളൊരു തീരുമാനം വരുമ്പോഴത്തേക്ക് സമാധാനമാകും. രാത്രി കിടക്കാനായിട്ട് രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു അര സ്പൂൺ ബൃഹദ്രബല ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചതെല്ലാം പിറ്റേ ദിവസം നമ്മളുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുമ്പോൾ ഫാറ്റും നമ്മളുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന ഫാറ്റെല്ലാം പോകും. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം എൻ്റെ ചീറ്റ് ഡേ എടുത്തത്. ചീറ്റ് ഡേ എടുക്കുന്നത് നല്ലതാണ്. ശരിക്കും നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. വെയിറ്റ് ലോസിന് നല്ലതാണ്. ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിയതിന് ശേഷം നമുക്കൊരു ദിവസമൊക്കെ ചീറ്റ് ഡേ ആക്കാം. ചീറ്റ് ഡേ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ, നല്ല വിൽ പവർ ഉള്ളവർ മാത്രമായിരിക്കണം. കാരണം ഒരു ദിവസം കഴിച്ച് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടും കാണാം. അപ്പോൾ പിന്നെ വീണ്ടും നാളെയും ചീറ്റ് ഡേ ആക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. ആ മാസത്തിലൊരു ദിവസം, അല്ലെങ്കിൽ അത്രയ്ക്ക് വിൽ പവർ ഉള്ളവരൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ചീറ്റ് ഡേ ആക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം. സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ ഇന്നത് കഴിക്കണമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. മനസ്സിനും വയറിനൊക്കെ എന്ത് സമാധാനമാണെന്നറിയോ ഈ ഡയറ്റ് ചെയ്ത് പോയിട്ട്. സത്യമായിട്ടും എൻ്റെ വയറൊന്നും അങ്ങനെ ഇപ്പോൾ ഇതേ കണ്ടോ, എൻ്റെ ഉടുപ്പൊക്കെ ഒരുപാട് ലൂസായി. ബ്ലൗസൊക്കെ നല്ല ടൈറ്റായിട്ടിരുന്നിരുന്ന ബ്ലൗസാണ്, അതൊക്കെ നന്നായിട്ട് ലൂസായി. കൈയൊക്കെ ഒരുപാട് ബ്ലൗസൊക്കെ നല്ലപോലെ ലൂസായി. എല്ലാം ലൂസായി, ബ്ലൗസൊക്കെ വലിച്ചു കുത്തിയേക്കാണ്. ഇപ്പം എൻ്റെ മനസ്സിന് മുഴുവൻ ഞാൻ ആ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആളുകൾ പറയും കണ്ണും മുഖമൊക്കെ കൊഴിഞ്ഞെന്നൊക്കെ പറയും, അവർ പറഞ്ഞോട്ടെ, ആരും മൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ഒരു രീതി, ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഡയറ്റ് കട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോവുക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തവർ വർക്കൗട്ട് ആയിട്ട് മുന്നോട്ട് പോവുക. രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തും. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഞാൻ അടുത്ത ദിവസം എൻ്റെ ഒരു ഡയറ്റ് പ്ലാനുമായിട്ട് വരും കേട്ടോ. ഞാൻ ഒറ്റ ദിവസം ചീറ്റ് ഡേ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഡയറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.